ആലത്തൂർ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകരായിട്ടുള്ള മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനം നൽകി. പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസം, പഞ്ചായത്ത് വകുപ്പുകളുമായി സഹകരിച്ചാണ് പരിപാടി നടത്തിയത്. കുട്ടികളിലെ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച അവബോധമുണ്ടാക്കുകയാണ് പരിശീലന പരിപാടിയുടെ ലക്ഷ്യം. ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ആലത്തൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ചെയർമാൻ ജി പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ ലഹരിയുടെ കടത്ത് ഒരു സാധാരണ രീതിയിലല്ല നടക്കുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങള്, തീവ്രവാദി ഗ്രൂപ്പുകൾ അവരുടെ ഫണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോലുള്ള പാവപ്പെട്ട രാജ്യത്ത് നമ്മുടെ കുട്ടികളടക്കമുള്ള ആളുകളെ ഈ രാസലഹരിയും കഞ്ചാവും മയക്കുമരുന്ന് തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങളെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയാണ് തകർക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതിന് വിധേയരാകുന്നത്. ഞാൻ എറണാകുളത്ത് പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് ആയിരിക്കുമ്പോൾ എന്റെ അനുഭവം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. 10 വയസ്സ് 9 വയസ്സുള്ളവർ പോലും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. പാനൽ ലോയർ അഡ്വക്കേറ്റ് എം മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ്, വടക്കഞ്ചേരി പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഗ്രേഡ് പി സന്ദീപ് എന്നിവർ ക്ലാസ് നയിച്ചു. ഈ അടുത്ത ദിവസം ഞാൻ മനസ്സിലാക്കിയ ഒരു കഥയില് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഒരു ടീച്ചർ ആദ്യം പഠിപ്പിച്ചത് എന്താണെന്നറിയോ? അച്ഛൻ ദൈവമാണ്, അമ്മ ദൈവമാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ തൻ്റെ അച്ഛനും അമ്മയും പാദ നമസ്കാരം ചെയ്യണമെന്നാണ് ആ ടീച്ചർ 1ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിച്ചത്. മുഴുകുടിയനായ മദ്യപാനിയായ ഒരു പിതാവിൻ്റെ മകള് ഇത് കേട്ട് ഒരു ദിവസം രാവിലെ എഴുതിയിട്ട് അസമയത്ത് മദ്യപിച്ച് ബോധം കെട്ടിക്കൊണ്ട് കിടക്കുന്ന തൻ്റെ അച്ഛൻ്റെ കാലിൽ പോയി തൊട്ട് വന്ദിക്കുക. ആ സമയത്ത് ഇദ്ദേഹത്തിന് തൻ്റെ കാലിൽ ആരോ ഒന്ന് പിടിച്ച് വലിക്കുന്നു എന്ന് പറഞ്ഞ് തോന്നിയിട്ട് ആ ഉറക്ക ചടവില് ഒരൊറ്റ ചവിട്ടാണ്. നെഞ്ചത്ത് ചവിട്ടുകൊണ്ട് ആ പെൺകുട്ടി ആ വാതിലിന്റെ സൈഡിൽ പോയി വീട് കരയുണ്ട്. എന്നിട്ട് നീ എന്തിനാ എൻ്റെ കാലിൽ വന്ന് വലിച്ചു, ശല്യം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് ആ പിഞ്ചു കുഞ്ഞ് 5 വയസ്സുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിഞ്ചു കുഞ്ഞ് അച്ഛനോട് പറയുന്നത്, അച്ഛാ ടീച്ചർ എന്നോട് പറഞ്ഞു അച്ഛൻ ദൈവമാണ്, അച്ഛൻ്റെ പാദ നമസ്കാരം ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തതാണ്, അച്ഛൻ്റെ കാല് പിടിച്ച് വലിച്ചതല്ല എന്ന് ആ പിഞ്ചു കുഞ്ഞ് പറഞ്ഞപ്പോ ആ നിമിഷത്തിൽ ആ പിതാവിനൊരു ബോധോദയം ഉണ്ടായി. പിന്നെ അദ്ദേഹം ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ല എന്നാണ് അവസാനം ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുഭവ കഥ. അപ്പൊ ഞാൻ നിങ്ങൾ ഇത് പറയാൻ കാരണം ടീച്ചേഴ്സിന് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നുള്ള ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത്. ആലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ സോണി മത്തായി, HM ഫോറം സെക്രട്ടറി വി ജെ ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി വിനീഷ് സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ KG ദിമിത്രോ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.